ഹലോ, അസ്സലാം വലൈക്കും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു ചിക്കൻ കറിയാണ്. അതിന് 2 മീഡിയം സവാള, ഒരു തക്കാളി, ഒരു ലേശം ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ചപ്പ് പുതിന, പിന്നെ 2 ടീസ്പൂണ് 2.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അങ്ങനെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിൻ്റെ പകുതി ഉള്ളി നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് കരിയിച്ചെടുക്കണം. അത് നന്നായിട്ട് ഫ്രൈ ആക്കി നല്ല ബ്രൗൺ നിറത്തിൽ അത് ആവുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അത് ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. അപ്പോൾ അത് നമ്മൾ ഉള്ളി ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അത് ഞാൻ കോരി എടുക്കുകയാണ്. അത് കോരി കഴിഞ്ഞ് അത് ഇതിലേക്ക് തന്നെ നമുക്ക് ആ ചിക്കന് ഒന്നും പുരട്ടണ്ട, വെറുതെ ആ ചിക്കൻ കഴുകി വെച്ച ചിക്കന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് നേരം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലൊരു വെള്ള നിറത്തിലായി ഒന്ന് ഇതാവുന്നത് വരെ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത്യാവശ്യം നന്നായിട്ട് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കോരിയിട്ട് അതേ എണ്ണയിൽ തന്നെ ബാക്കി പരിപാടികൾ നമുക്ക് ചെയ്യട്ടെ. അത് അത്യാവശ്യം ആയിട്ട് കൊണ്ട് പിന്നെ അത് കോരിയാണ് ഞാൻ അത് കോരി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് മസ്റ്റായിട്ടും കൂടി ഉണ്ടാക്കി നോക്കണേ. അത് ഫുള്ളായിട്ട് ഞാൻ കോരി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേ ഇതിലേക്ക് പിന്നെ ഇതാ ഒരു നുള്ളു ഉലുവ, ആ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തന്നെ പട്ട, ഗ്രാമ്പൂ അതൊക്കെ ചേർക്കുക. അതിന് ശേഷം കുറച്ച് പെരുംജീരകം, നുള്ളു മതി പെരുംജീരകം, അതും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ബാക്കി അരിഞ്ഞ് വെച്ച ഉള്ളിയില്ലേ അത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. കുറച്ച് കല്ലുപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ. കറിക്ക് മൊത്തത്തിലുള്ള ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. അതിട്ട് നന്നായിട്ട് വഴന്ന് വരുന്നവരെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇടയ്ക്ക് ഞാൻ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഞാൻ അതിലിട്ട് കൊടുത്തു. അതിലിടയ്ക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ടിരുന്നു കേട്ടോ. ഞാൻ അതിൽ വിട്ടുപോയതാണ് കാണിക്കാൻ. ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പിന്നെ ബാക്കി മസാലകളൊക്കെ ഞാൻ ചേർക്കുകയാണ്. 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ചിക്കൻ അതിൽക്കിട്ട് മസാലൻ്റെ പച്ച മണം പോകുന്നവരെ ഇളക്കിയതിന് ശേഷം ചിക്കനും കൂടെ അതിൽക്കിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. എന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം, ഒരു 1/2 ഗ്ലാസ് 1 ഗ്ലാസ്സോളം തിളച്ച വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്ര മതി കേട്ടോ. പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നല്ല ഒരു ഗ്രേവി പരുവത്തിൽ അത് കിട്ടും. ആ കരിച്ച ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കുക. ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്കത് ഈ ഒരൊറ്റ കറി മതി. പിന്നെ ചപ്പ് പുതിന, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഫിനിഷ് ചെയ്യുക. കറിൻ്റെ പരിപാടി കഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ ഞാൻ കോംബോ ആയിട്ട് ഇതാ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്.
പിന്നെ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. കമൻ്റ് ഇടാൻ മറക്കരുത് എങ്ങനെയുണ്ട് എന്നുള്ളത്.